വയനാട് മാനന്തവാടിയിലെ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. അനുനയ ചർച്ചയ്ക്ക് കളക്ടർ നേരിട്ടെത്താത്തതിൽ പഞ്ചാരക്കൊല്ലിയിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. ഒരു കുടുംബമാണ്, ഒരു മനുഷ്യനാണ്, ചോര നീരുള്ളൊരു പെണ്ണാണ് പോയി കിടക്കുന്നത്. അത് കുയിലെത്തി എന്നിട്ട് ഇവർക്ക് വരാൻ പറ്റൂല. വേരണം ഇവിടെ വർത്തിക്കണം മർദ്ദിച്ചില്ലെങ്കിൽ അതിനൊരു പരിഹാരം ഞാളുണ്ടാക്കും. വയനാട് കളക്ടറുടെ നിരുത്തരവാദപരമായ സമീപനമാണ് ഈ സഹോദരന്മാരെ എന്തെങ്കിലുമൊക്കെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരി വയനാട് കളക്ടറും സബ് കളക്ടറും റവന്യൂ അധികാരികളുമാണ്. ഞങ്ങൾക്ക് വേണ്ടത് സുരക്ഷയാണ്. ഞങ്ങൾ ഈ പറഞ്ഞത് തീരുമാനമാകുവാണെങ്കിൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. അല്ലാണ്ട് ഞങ്ങൾ തീരുമാനം കൊല്ലണമെന്ന് തന്നെ ആ തീരുമാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിലേക്ക് കൊണ്ടുവിട്ട് അവരുടെ ഗതിയും ഇതാണല്ലോ. നാളേക്ക് ഇങ്ങനെയാണല്ലോ സംഭവിക്കുക. കളക്ടറുടെ അഭാവത്തിൽ ADM കെ ദേവകി സ്ഥലത്തെത്തി. പ്രിയദർശിനി ഗസ്റ്റ് ഹൌസിൽ സമരക്കാരുടെ പ്രതിനിധികളുമായി ADM ചർച്ച നടത്തുകയാണ്. ഇംതിയാസ് കരീമും M കമലും വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഇംതിയാസിലേക്കാണ് ആദ്യം. ഇംതിയാസ്, വലിയ പ്രതിഷേധം, തീർത്തും വൈകാരികമായിട്ടുള്ള പ്രതിഷേധം, ജീവന് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഉയരുന്നതൊക്കെയും. നിലവിൽ ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? എങ്ങനെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അക്ഷയ, ഇന്ന് രാവിലെ തുടങ്ങിയ ജനങ്ങളുടെ പ്രതിഷേധം, നാട്ടുകാരുടെ പ്രതിഷേധം, ആ പ്രതിഷേധത്തിനൊടുവിലാണ് അരുൺ സക്കറിയ അടക്കമുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തുന്നു, ADM ഇങ്ങോട്ടേക്ക് എത്തുന്നു. ആ ചർച്ചകളും പരിശോധനകളൊക്കെ നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്ന് വൈകിട്ടോടെ ജനവാസ മേഖലയിൽ ഈ ഭാഗത്ത് തന്നെ ഒരു കടുവയെ കണ്ടതായി സൂചനയുണ്ട്. കടുവയെ കണ്ടതായി ഒരു സംശയം പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ കൂട്ടിയിരിക്കുന്ന ജനങ്ങൾ ഒന്നടങ്കം ഇപ്പോൾ ഈ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് ഈ പരിസര പ്രദേശങ്ങളിലേക്ക് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ തന്നെ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ നേരത്തെ കൂട് സ്ഥാപിച്ച പ്രദേശത്തേക്ക് പോയിരുന്നു. ആ കൂട് സ്ഥാപിച്ച ആ പ്രദേശത്ത് പരിശോധനയും കാര്യങ്ങളുമൊക്കെ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ നടന്ന് വരികയായിരുന്നു. അതിനിടയിലാണ് നമുക്ക് അങ്ങോട്ട് പോക്ക് നടക്കൂല. അത് എങ്ങനെ എന്ത് സംഭവിച്ചത്? നോഫൽ എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകന്റെ വീട്ടിന്റെ അടുത്ത്